ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആനകളെ എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കരുതെന്ന് നിയമം ലംഘിച്ച് ക്രൂരത എന്നുള്ളതാണ്. പൊട്ടിയൊലിക്കുന്ന മുറിവുകളുമായാണ് കണ്ണൂർ തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രോത്സവത്തിൽ മംഗലാംകുന്ന് ഗണേശൻ എന്ന ആനയെ എഴുന്നള്ളിപ്പ് നടത്തിയത്. ആ ദൃശ്യങ്ങളൊന്നും കാണാം. പറമ്പയാണ് ചേരുന്നത് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. അരുൺ, ഈ നിയമങ്ങളൊക്കെ ഇത്ര കർശനമാക്കിയിട്ട് ഇപ്പോഴും ഈ ആനകളോട് ചെയ്യുന്ന ഒരു ക്രൂരത, നമ്മൾ വന്യജീവികളുടെ ആക്രമണത്തെ കുറിച്ചാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പക്ഷെ ഇതും വലിയ സങ്കടം തോന്നുന്നു. വിവരങ്ങൾ പറയും. നമ്മൾ നിൽക്കുന്നത് ഒരു ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങളുടെ ഒരു നാട്ടിലാണ്. ആ നാട്ടിൽ വാർത്ത കേൾക്കുന്ന സങ്കടമുണ്ട്. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആനയെ എഴുന്നള്ളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മാനദണ്ഡങ്ങളും അതിന്റെ നിയമങ്ങളും നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. ഈ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആനകളെ എഴുന്നള്ളിപ്പിക്കരുത് എന്ന ആ കർശനമായിട്ടുള്ള നിയമം നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, സമീപകാലത്ത് ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആനയെ എഴുന്നള്ളിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് പലയിടങ്ങളിലും ആനകൾ ഇടയുകയും പിന്നീട് ആൾക്കാരെ ആക്രമിക്കുകയും മരണം സംഭവിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ തുടരുന്നു എന്നതാണ് വളരെ ക്രൂരമായിട്ടുള്ള, വളരെ ദയനീയമായിട്ടുള്ള കാഴ്ചയാണ് ആ കണ്ണൂർ തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിലെ ആ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള എഴുന്നള്ളിപ്പിനിടെ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ദേഹത്ത് മുറിവുകളുള്ള ആന, മുറിവുകൾ മാത്രമല്ല ആ മുറിവുകൾ പഴുത്തിട്ടുണ്ട്, പഴുത്തൊലിക്കുന്നുണ്ട്. പൊട്ടിയൊലിച്ച മുറിവുകളുമായാണ് മണിക്കൂറുകളോളം ഈ എഴുന്നള്ളിപ്പ് തുടർന്നത്. അത് നാട്ടുകാരൊക്കെ കാണുകയും പലതവണ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷെ അത് അങ്ങനെ തന്നെ തുടർന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാം. അത് മറച്ചുവെക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഈ ആനക്കൊപ്പമുള്ള പാപ്പാന്മാർ നടത്തിയെന്നും അവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ട്. അതായത് ഇത് ആൾക്കാർ കാണുമ്പോൾ ഈ മഞ്ഞൾ പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഈ മുറിവിൽ പുരട്ടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുമുണ്ട്. ആ ആന നടക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അത്രത്തോളം അവശ നിലയിലാണ്. കൃത്യമായി നടക്കാൻ പോലും ആ ആനക്ക് സാധിക്കുന്നില്ല. കാലുകൾ എടുത്തു വെക്കുന്ന ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കണ്ടാൽ അതിദയനീയമായിട്ടുള്ള കാഴ്ചയാണ്. പക്ഷേ എന്തായാലും ഇതിൽ നടപടി വേണമെന്ന ആവശ്യം പൊതുവെ ഉയരുന്നുണ്ട്. വളരെ ക്രൂരമായ ദയനീയമായിട്ടുള്ള ഒരു ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം സങ്കടകരമാണ് ആനയുടെ അവസ്ഥ എന്നുള്ള കാര്യം. അപ്പൊ ഇനിയെങ്കിലും ചെയ്യാതിരിക്കുക. അതൊക്കെ മിണ്ടാപ്രാണിയല്ലേ, പാവങ്ങളല്ലേ, അതിനെ അങ്ങനെ ഉപദ്രവിക്കാതിരിക്കുക. അല്ലെങ്കിൽ അത്രയും നമ്മൾ പറയുന്നത് അതിന് കൊടുക്കേണ്ട കെയർ കൊടുക്ക്. നമ്മൾ ആനന്ദിക്കും. സ്നേഹം എന്ന് പറയുന്നത് അതുകൂടി, അങ്ങനെ ഒരു വശം കൂടി ഇല്ലേ സ്നേഹത്തിന്?